എന്തെങ്കിലും സാധനം ഉപയോഗിക്കാതിരിക്കാനോ ചെയ്യാതിരിക്കാനോ പറ്റാത്ത അവസ്ഥയാണ് ഈ അഡിക്ഷൻ എന്ന് പറയുന്നത്. പിള്ളേർ തൊട്ട് പ്രായമായവർക്ക് വരെ പലതരം അഡിക്ഷൻ ഉണ്ട്. എന്നാൽ പ്രായഭേദമന്യുള്ള അഡിക്ഷനാണ് ഈ ഫോൺ അഡിക്ഷൻ എന്ന് പറയുന്നത്. പണ്ട് പ്രാർത്ഥിച്ചിട്ട് കിടക്കണം, പ്രാർത്ഥിച്ചിട്ട് എഴുന്നേക്കണം എന്നായിരുന്നെങ്കിൽ ഇപ്പം ചാറ്റ് ചെയ്തിട്ട് കിടക്കലും ചാറ്റ് ചെയ്തിട്ട് എഴുന്നേക്കലുമാണ്. എന്തിന്? ചിലർക്ക് ബാത്റൂമിൽ പോകണമെങ്കിൽ പോലും വെള്ളമില്ലെങ്കിലും മൊബൈൽ വേണം. പണ്ട് കാക്കയും പൂച്ചയും കോക്കാച്ചിയൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ പിള്ളേർ ചോറ് കഴിക്കുമായിരുന്നു. ഇപ്പോൾ മൊബൈൽ കാണിച്ചാൽ പിള്ളേർ പോലും ചോറ് കഴിക്കത്തുള്ളൂ. പണ്ട് പാർലേജി ആയിരുന്നു പിള്ളേർക്ക് ഏറ്റവും ഇഷ്ടമെങ്കിൽ ഇപ്പോൾ പബ്ജിയാണ് പിള്ളേർക്ക് ഏറ്റവും ഇഷ്ടം. 1,00,000-ൽ എത്ര പൂജ്യം ഉണ്ടെന്ന് ചോദിച്ചാൽ എനിക്കിപ്പോഴും കൺഫ്യൂഷനാണ്. അതേസമയത്ത് ഇപ്പോൾ പിള്ളേർ ഗെയിം കളിച്ച് വരെ ലക്ഷങ്ങളാണ് കളയുന്നത്. പ്രായമായവരുടെ പ്രധാന അഡിക്ഷൻ എന്ന് പറയുന്നത് പരദൂഷണമാണ്. ഈ പരദൂഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോളർ ട്യൂൺ പോലാണ്. ഇത് നമ്മളൊഴിച്ച് ബാക്കി എല്ലാവരും കേൾക്കും. ഇപ്പോൾ ബെസ്റ്റ് ന്യൂസ് റിപ്പോർട്ടർക്കുള്ള അവാർഡ് ചാനലിന് പകരം ചായക്കടയിൽ നിന്ന് കൊടുക്കുമായിരുന്നെങ്കിൽ ഒറ്റ സിപ്പ് ചായക്ക് 100 ഗോസിപ്പ് വരെ അടിക്കുന്ന അമ്മമാർ ഞങ്ങളുടെ നാട്ടിലുണ്ട്. ചിലർക്ക് ഓവർ ഭക്തിയാണ് അഡിക്ഷൻ. അതായത് ഇപ്പോൾ ജലദോഷം വന്നാൽ പോലും അത് സമയദോഷം കൊണ്ടാണെന്നും പറഞ്ഞ് ചിലർ ഉടനെ ജോലിസിനെ കാണാൻ കൂടും. ഈയിടെ ഒരുത്തനെ ബാത്റൂമിൽ ക്യാമറ വെച്ച് കേസിന് പിടിച്ചപ്പം അതും ജാതകദോഷം കൊണ്ടാണെന്നും പറഞ്ഞ് ജോലിസിനെ കാണിക്കാനായിട്ട് പോയി. ജോലിസ്യം വരെ പറഞ്ഞു അത് ജാതകദോഷമല്ല, ജനിതകദോഷമാണ്. ഇപ്പോൾ ഇതെല്ലാം അഡിക്ഷൻ ആണെങ്കിലും പ്രധാന അഡിക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും മദ്യപാനവും പുകവലിയൊക്കെ തന്നെയാണ്. ഈ മദ്യപാനികളുടെ കാര്യം പറയുകയാണെങ്കിൽ സാമ്പത്തിക വ്യവസ്ഥ പോലും അവരുടെ കയ്യിലാണെന്നുള്ള ഒരു അഹങ്കാരത്തിലാണ് അവർ ഈ വെള്ളമടിക്കുന്നത്. ചിലർ പറയുന്നത് മദ്യപാനം പരമ്പരാഗതമാണെന്നാണ്. പറയുന്ന കേട്ടാ തോന്നും ഇതാണ്ട് താളിയോല പോലെ പരിശുദ്ധമായിട്ട് കൈമാറി കിട്ടിയതാണ്. ഈ മദ്യപാനികളുടെ ഒരു സ്ഥിരം ക്ലീശ ഡയലോഗാണ് സായിപ്പുമാരൊക്കെ എന്നും അടിക്കും എന്നൊക്കെ. അവരിത് ഭക്ഷണത്തിന് മുന്നോ പിന്നോ ഓരോന്നൊക്കെയാണ് അടിക്കുന്നത്. നമ്മളിത് പെയിന്റ് അടിക്കുന്ന പോലെ ആദ്യം പ്രൈമർ അടിക്കും, പിന്നെ അടുത്ത കോട്ടടിക്കും, പിന്നെ അതിൻ്റെ മുകളിൽ അടുത്ത കോട്ടടിക്കും. ഇതങ്ങനെ പൊക്കോണ്ടിരിക്കും. ചുരുക്കി പറഞ്ഞാൽ അവര് ദഹിക്കാൻ വേണ്ടി അടിക്കുന്നു, നമ്മൾ ദ്രവിക്കാൻ വേണ്ടി അടിക്കുന്നു. ഇപ്പോൾ അതുപോലെ തന്നെ മദ്യപാനി അറിയാതെ എങ്ങനെ കുടി നിർത്താം എന്നുള്ളതിനെ പറ്റിയുള്ള റിസർച്ചിലായിരിക്കും ഇവരുടെ ഭാര്യമാർ. ഇവരറിയാതെ ഇതെങ്ങനെ അടിക്കുക എന്നുള്ളതിനെ പറ്റിയുള്ള റിസർച്ചിലായിരിക്കും ഇവരുടെ ഭർത്താക്കന്മാർ. മെയിനായിട്ട് 2 തരം മദ്യപാനികളാണുള്ളത്. ചിലർ നസീർക്ക് ബസറടിക്കുന്നവരാണ്, അത്യാവശ്യം നല്ല സാധനമൊക്കെ കിട്ടിയാലും അടിക്കത്തുള്ളൂ. ചിലർ സാബുച്ചേട്ടൻ ബസറടിക്കുന്നവരാണ്, തരക്കേടില്ലാത്ത എന്ത് കിട്ടിയാലും അടിക്കും. ഈ പുകവലിക്കാരുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ പുകവലിക്കാരെ നമുക്ക് പുട്ടുമായിട്ട് താരതമ്യം ചെയ്യാം. ഈ പുട്ടുകുറ്റിക്കകത്തൂടെ ആവി കയറി ഇറങ്ങി പുക പാറുമ്പോഴാണ് പുട്ട് റെഡിയാവുന്നത്. അതുപോലെയാണ് ചിലർക്ക് ബാത്റൂമിൽ ഇരിക്കുമ്പോഴത്തേക്ക് അകത്തൂടെ പുക കയറി ഇറങ്ങിയാലാണ് അവരുടെ അവിടുത്തെ കാര്യങ്ങൾ റെഡിയാകുന്നത്. ഈ സിഗരറ്റിലെ വിൽസിനോടുള്ള അമിത സ്നേഹം കൊണ്ട് ആദ്യത്തെ കൊച്ചിന് വിൽസൺ എന്ന് വരെ പേരിട്ട ടീംസുണ്ട്. ഇപ്പോൾ മിഥുനം സിനിമയിൽ മോഹൻലാൽ ഉർവശി അവഗണിക്കുന്ന പോലെ നിവർത്തികേട് കൊണ്ട് പുകവലിക്കാർ അവഗണിക്കുന്ന ഒരു സാധനമായിരിക്കും ഈ സിഗരറ്റിൻ്റെ കവറിലെ ടൊബാക്കോ കോസസ് ക്യാൻസർ. അതുപോലെ ഇതുവരെ ഒരു കോള് പോലും ചെന്നിട്ടില്ലാത്ത ലോകത്തിലെ ഏക നമ്പറായിരിക്കും ഈ സിഗരറ്റിൻ്റെ കവറിലെ ക്വിറ്റ് ടുഡേ എന്നും പറഞ്ഞ് എഴുതിയേക്കുന്ന പുകവലി നിർത്താനായിട്ട് വിളിക്കേണ്ട ടോൾ ഫ്രീ നമ്പർ. ഈ മദ്യപാനും പുകവലിയുടെ ഒക്കെ ഒരു അഡിക്ഷൻ ലെവൽ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കി തന്ന സമയമാണ് ഈ ലോക്ക്ഡൗണിൻ്റെ സമയം. കുടിക്കുന്നവന് അടിക്കാനും സാധനമില്ല, വലിക്കുന്നവന് പോയ്ക്കാനും സാധനം ഇല്ലാത്തൊരു സമയം. അത്രയും കാലം പിന്നെ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയൊക്കെ പഠിച്ചാൽ ജീവിക്കാൻ പറ്റുന്നുള്ളൊന്ന് ഡയലോഗ് അടിച്ചവരിൽ കുറേയൊക്കെ പേര് ബയോളജിയിൽ ഇൻട്രസ്റ്റ് കാണിച്ച് റേഷൻ കാർഡിൽ അംഗത്വം കൂട്ടി. അത്രയും കാലം കെമിസ്ട്രിയിലെ പീരിയോഡിക് ടേബിൾ എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ ആ ടേബിൾ തേക്കാണോ ഈട്ടിയാണോ എന്ന് വരെ ചോദിച്ചുകൊണ്ടിരുന്നവർ കുക്കറും ശർക്കരയും വെച്ച് കെമിസ്ട്രി വരെ പഠിച്ചു. എന്നാലും ജീവിതത്തിൽ പഠിക്കത്തില്ലെന്ന് വാശിയുള്ളവർ അറിയാവുന്ന അക്ഷരം എല്ലാം കൂടെ കൂട്ടി വായിച്ച് ആൽക്കഹോൾ എന്ന് കണ്ടതൊക്കെ എടുത്ത് കുടിച്ചു. സാനിറ്റൈസർ തൊട്ട് ആര്യവൈദ്യശാലയിൽ അരിഷ്ടം വരെ. ഈ സാധനം ഒന്നും കിട്ടാതെ മനുഷ്യൻ ആകെപ്പാടെ ഭ്രാന്ത് പിടിച്ച് നടക്കായിരുന്നു ഈ സമയത്ത്. സിഗരറ്റ് വലിക്കാൻ തോന്നുമ്പോഴത്തേക്ക് കുരുമുളക് എടുത്ത് ചവച്ചാൽ മതി എന്ന് ആരോ പറയുന്ന കേട്ടിട്ട് കുരുമുളക് എടുത്ത് ചവച്ച് കുരു പൊട്ടിയവർ ഒരു സൈഡിൽ, മൂക്കിപ്പൊടി കിട്ടാഞ്ഞിട്ട് കാപ്പിപ്പൊടി വരെ എടുത്ത് വലിച്ച അമ്മമാർ വേറൊരു സൈഡിൽ. അതുപോലെ ഇപ്പോൾ ഇതുപോലെ പലതരം അഡിക്ഷനുകളുണ്ട്. ഇപ്പോൾ ആൾക്കാരുടെ പോക്കറ്റ് തപ്പാനായിട്ട് പോലീസിനൊരു ചാൻസ് കൊടുക്കാമെങ്കിൽ പലരുടെയും പാൻസിൽ നിന്ന് ഹാൻസ് വരെ പിടിക്കാം. കഴിഞ്ഞ അവിടുത്തെ കണ്ടന്റിൽ പ്രാസം പോരുന്നൊരു ഹാൻസം ഗായ് പറഞ്ഞു ഇതവന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തതാണ്. ഈ ഒരു അഡിക്ഷനും ഇല്ലാത്തവരാണെങ്കിൽ അവർ മോദിജിയെ പോലെ വിദേശയാത്രകളെ സ്നേഹിച്ചവരായിരിക്കും. അത് VIP A ക്ലാസ് യാത്ര, ഇത് VPN A ക്ലാസ് യാത്ര. ഈ കണ്ടന്റിന് ക്ലൈമാക്സ് ഇല്ല, കാരണം അഡിക്ഷനും ക്ലൈമാക്സ് ഇല്ല. മനുഷ്യനുള്ളിടത്തോളം കാലം അഡിക്ഷനും തുടരും.